മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ സല്ല അലയ്യ വാഹിദ, ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ശ്രദ്ധിക്കണേ, ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ, അല്ലാഹു അയാളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 10 സ്വലാത്ത് ചൊല്ലാന്ന് പറഞ്ഞാൽ അല്ലാഹു തആല 10 ഗുണം ചെയ്യുമെന്നാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ചൊല്ലാരും, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായി ഇഖ്ലാസോടെ നമ്മൾ ചൊല്ലിയാൽ ഇപ്പോൾ അല്ലാഹു തആല നമുക്ക് 10 ഗുണം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആരാ പറയുന്നത്? ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് എന്ന അമലിനെ നിസ്സാരമായി കാണരുത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവം മഹാനവർകൾ പറയുകയാണ്, ഖറജ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ തങ്ങളുടെ ഹദീസിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവർകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം പറഞ്ഞു തരുന്നതാരാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയാ, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് ഇറങ്ങി നടന്നു. ഫത്തബഅതുഹു, ഞാൻ ഹബീബായ റസൂലുള്ളാഹിന്റെ പിന്നിൽ ഞാൻ പോയി. ഹത്താ ദഖല നഖലാ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഈത്തപ്പന തോട്ടത്തിലേക്കാണ് കയറിയത്. റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് നടന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹിനെ ഒറ്റയ്ക്ക് ഞങ്ങളെ പുറത്തു വിടാറില്ല, ആരെങ്കിലും ഞങ്ങൾ കൂടെ പോകാറുണ്ട്. എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബിനെ സമയം കിട്ടിയാൽ ആരെങ്കിലും വകവരുത്തിയെങ്കിലോ എന്ന് പേടിച്ചതുകൊണ്ടാ അന്ന് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പിന്നിൽ പോയത്. ദഖല നഖലാ, അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് കയറി. എന്നിട്ടോ നേരെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് വീഴുകയാണ്. സുജൂദിലേക്ക് പോയി എന്ന് മാത്രമല്ല, ഫഅതാല സുജൂദ്, ദീർഘമായ നേരമാണ് മഹാനായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തത്. ദീർഘനേരം അല്ലാഹുവിന്റെ ഹബീബ് സുജൂദ് ചെയ്തു. ഹത്താ ഖിഫ്തു വ ഖശീതു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹിന്റെ സുജൂദ് അങ്ങ് ദീർഘിച്ചപ്പോ ഹത്താ ഖിഫ്തു, ഞാൻ പേടിച്ചു പോയി. ഔ ഖശീതു എന്ന പദമാണ് മഹാനവർകൾ പറഞ്ഞത്. ഒന്നുകിൽ ഖിഫ്തു എന്ന അല്ലെങ്കിൽ ഖശീതു എന്നാ പറഞ്ഞത്. ഞാൻ പേടിച്ചു പോയി. വഅയകൂന അല്ലാഹു ഖദ് തവഫാ, അല്ലാഹു തആല പുണ്യനബിയെ വഫാത്താക്കി കളഞ്ഞു എന്നാ ഞാൻ പേടിച്ചത്. ഔ ഖബല, അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായോ എന്ന് ഞാൻ പേടിച്ചു പോയി. ഖാല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായി സുജൂദ് ചെയ്തപ്പോൾ ഫജഅതു അൻദുറു, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് ഞാൻ നോക്കി. ഫറഫഅ റഅസ, അല്ലാഹുവിന്റെ ഹബീബ് ദീർഘമായി സുജൂദിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ചെന്ന് നോക്കി. ഫറഫഅ റഅസ, അല്ലാഹുവിന്റെ ഹബീബ് തലപൊക്കി. ഫഖാൽ, എന്നിട്ട് എന്നോട് ചോദിച്ചു, മാലക യാ അബ്ദുറഹ്മാൻ, എന്താണ് അബ്ദുറഹ്മാനെ, എന്താ ഞാൻ സുജൂദ് വന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കുന്നത്? ഖാല, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാ, ഫദകർതു ലഹു ദാലിക, അപ്പൊ ഞാൻ പേടിച്ച കാര്യം അല്ലാഹുവിന്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞു. യാ റസൂലല്ലാഹ്, അങ്ങ് സുജൂദ് ചെയ്തിട്ട് ദീർഘമായ നേരം സുജൂദിൽ കിടന്നപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹിന്റെ സുജൂദ് സാധാരണ നമ്മൾ സുജൂദ് ചെയ്യണ മാതിരി 1 സെക്കൻഡോ 2 സെക്കൻഡോ 5 സെക്കൻഡോ 10 സെക്കൻഡോ അല്ല. സ്വഹാബികൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുജൂദ് പരിചയമുണ്ടല്ലോ. എന്നാൽ
ദീർഘമായി സുജൂദ് ചെയ്യാറുള്ള റസൂലുള്ളാഹിന്റെ ഈ സുജൂദ് സാധാരണയിലും ദീർഘമായിരുന്നു, ദൈർഘ്യമുള്ളതായിരുന്നു. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പേടിച്ചത്. മഹാനവറുകൾ പറയാ, അല്ലാഹുവിന്റെ ഹബീബിനോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് അസാധാരണമായ രീതിയിൽ ദീർഘമായി സുജൂദ് ചെയ്തപ്പോ ഞാൻ അങ്ങ് വഫാത്തായോ എന്ന് പേടിച്ചു പോയതാ. ഫഖാൽ, അപ്പോൾ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട്, ഇന്ന ജിബ്രീൽ അതഖാലലി, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞു, അലാ യസുറുക, ഹബീബായ നബിയേ, അങ്ങയെ സന്തോഷിപ്പിക്കുന്നില്ലയോ? ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു, അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത്, മൻ സല്ല അലൈഹി, ആരെങ്കിലും അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലൈതു അലൈഹി, ഞാൻ അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമെന്ന് അല്ലാഹു തആല പറഞ്ഞത് അങ്ങയെ സന്തോഷിപ്പിക്കുന്നില്ലയോ നബിയേ എന്ന്, അങ്ങയെ സന്തോഷിപ്പിക്കുന്നില്ലയോ നബിയേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ എന്നോട് വന്ന് ചോദിച്ചതേ ഉള്ളൂ. വമൻ സല്ലമ അലൈഹി, അങ്ങയുടെ ഉമ്മത്തിൽ ആരെങ്കിലും അങ്ങേക്ക് സലാം ചൊല്ലിയാൽ, സല്ലംതു അലൈഹി, ഞാൻ അവന്റെ മേൽ സലാം ചൊല്ലുമെന്നും അല്ലാഹു തആല പറഞ്ഞത് അങ്ങേക്ക് സന്തോഷമുണ്ടാക്കുന്നില്ലയോ നബിയേ എന്ന് ജിബ്രീൽ എന്നോട് ചോദിച്ചപ്പോ, ആ സന്തോഷത്തിന്റെ പേരിൽ ശുക്റായി ഞാൻ റബ്ബിന് സുജൂദ് ചെയ്തതാണ് അബ്ദുറഹ്മാനെ എന്ന് റളിയല്ലാഹു അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം. അപ്പോൾ നമ്മൾ ഒരു സ്വലാത്തില്ലേ, അല്ലാഹു തആല സ്വല്ലാ അലൈഹി അശ്റാ, നമ്മുടെ മേൽ അല്ലാഹു തആല 10 സ്വലാത്ത് ചൊല്ലുന്നു, 10 സ്വലാത്ത് ചൊല്ലും. അതേ പദമാണ് അല്ലാഹു തആല പുണ്യനബി ഉപയോഗിച്ചത്, 10 സ്വലാത്ത് ചൊല്ലുമെന്ന്. 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ 10 ഗുണം അല്ലാഹു തആല നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ മേൽ അല്ലാഹു നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുമെന്ന, അല്ലാഹു തആല 10 ഗുണം നമുക്ക് ചെയ്തു തരുമെന്നാണ്. അപ്പൊ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആദ്യം ഇതിന്റെ ഫലനമുണ്ടാകുന്നത് രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിലാണ്. ശ്രദ്ധിക്കണേ, സ്വലാത്ത് സാധാരണ പോലെയുള്ള ഒരു അമലാണെന്ന് മനസ്സിലാക്കരുത്. രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിലാണ് ഇതിന്റെ ഒന്നാം ചലനമുണ്ടാകുന്നത്. ഒന്നുകൂടെ ചൊല്ലൂ, സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്രദ്ധമായി ചൊല്ലല്ലേ, അല്ലാഹു തആല 10 ഗുണം ചെയ്യുമെന്ന് പുണ്യനബി പറഞ്ഞത് ഓർത്തുകൊണ്ട് ചൊല്ല്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ചലനം എവിടെയാണ്? രാജാതിരാജനായ റബ്ബിന്റെ സന്നിധിയിലാണ്. രണ്ടാമത്തെ ചലനം സംഭവിക്കുന്നത് എവിടെയാ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ എല്ലാ മലക്കുകളും അയാൾക്ക് വേണ്ടി ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ ഇവിടെ ഈ പറയുന്ന ഹദീസൊന്നും എവിടെയെങ്കിലും ആരെങ്കിലും യാതൊരു അടിസ്ഥാനമില്ലാത്തത് എഴുതി വെച്ചതല്ല. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ വളരെ പ്രബലമെന്ന് രേഖപ്പെടുത്തിയ, അല്ലെങ്കിൽ വളരെ നല്ലതാണ് അതിന്റെ സനദെന്ന് രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസുകളാണ്. മഹാനായ സയ്യിദുനാ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസാണിത്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാൻ, ആരാ? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് മഹാനവർകൾ പറയാണ്, മൻ സ്വല്ലാ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദ, ഒരാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, നന്നായി ശ്രദ്ധിക്കണേ, ഈ റബീഉൽ അവ്വലിൽ നമ്മൾ തീരുമാനിക്കുക സ്വലാത്തിന്റെ ആളുകളാവാൻ, മൗലിദിന്റെ ആളുകളാവാൻ. മൗലിദിന്റെ ആള് തന്നെ, മൗലിദ് തന്നെ അധികം സ്വലാത്താണ്. മൗലിദെല്ലാം സ്വലാത്താണല്ലോ, മദ്ഹിന്റെ കൂടെ സ്വലാത്തുകൾ ചാലിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാൻ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി വ മലായികതുഹു 70 സ്വലാ, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ മലക്കുകളും അയാളുടെ മേൽ 70 സ്വലാത്ത് ചൊല്ലുമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവരൊന്നും സ്വന്തം അഭിപ്രായം പറയുന്നവരില്ല. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് കേട്ടതല്ലാതെ അവർ പറയില്ല. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്നിധിയിലാണ് രണ്ടാമത് ചലനം ഉണ്ടാകുന്നത്. ഒരാൾ റസൂലുള്ളാഹിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 70 തവണ മലക്കുകൾ അയാൾക്ക് ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ ചൊല്ല്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്ലാസോടെ ആരീ സദസ്സിലിരുന്നൊരു സ്വലാത്ത് ചൊല്ലിയോ അവർക്കെല്ലാം മലക്കുകളുടെ 70 ഗുണം കൊണ്ടുള്ള പ്രാർത്ഥന ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവും മഹാനായ ഇബ്നു മാജാ തങ്ങളും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് മഹാനായ ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്നഹു ഖാൽ മഹാനവർകൾ പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖ്തുബു അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിൽ വെച്ച് ഖുതുബയോതുമ്പോൾ പുണ്യനബി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടുവന്ന് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയാൻ വയഖാൽ മൻ സല്ല അലയ്യ സ്വലാ, ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ലം തസലിൽ മലായിക തുസല്ലി അലൈഹി, അല്ലാഹുവിന്റെ മലക്കുകൾ അയാളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. സ്വലാത്ത് ചൊല്ലുന്നു പറഞ്ഞാൽ അയാൾ രക്ഷ കൊണ്ടും ഗുണ കൊണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മാ സല്ല അലയ്യ, അവർ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴില്ല. ശ്രദ്ധിക്കണേ, ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴല്ല അല്ലാഹുവിന്റെ മലക്കുകൾ അയാൾക്ക് ഗുണം കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വലാത്ത് കുറക്കണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ, സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞത് സ്വലാത്തിന്റെ എണ്ണം കുറക്കാനല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, മലക്കുകളുടെ ദുആ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാരാ, അവർ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്. അവർക്ക് രണ്ടാമത്തെ ചലനം എവിടെയാണ്? ഒരാളൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ ആദ്യത്തെ ചലനം അല്ലാഹുവിന്റെ സന്നിധിയിലാണ്. നമ്മൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ ചലനം എവിടെയാ? അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്നിധിയിലാണ്. ഒരാൾ വീട്ടിൽ മൗലിദ് ഇങ്ങനെ ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുക? സ്വലാത്ത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനല്ലേ? യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഹദീസ് ഓതുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ ബൈത്തിലൂടെയും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോ അതിന്റെ ജവാബ് ചൊല്ലുന്നത് സ്വലാത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ലം തസലിൽ മലായിക തുസല്ലി അലൈഹി മാ സല്ല അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അവർക്ക് വേണ്ടി ഗുണം കൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൗലിദൊക്കെ 2ാം നമ്പറായി കാണുന്ന ആളുകളുണ്ട്. സ്വലാത്തിന്റെ സദസ്സുകളെ 2ാം നമ്പറായി കാണുന്നവരുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമുണ്ടോ, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കേൾക്കണേ, 3ാമത്തെ ചലനം എവിടെയാ? 3ാമത്തെ ചലനം നടക്കുന്നത് ലോകത്തിന്റെ ഗുരു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയില. എവിടെയാ? റൗള ശരീഫില. ഒരു സ്വലാത്ത് കൂടെ ചൊല്ലി, ഇഖ്ലാസോടെ ചൊല്ലി എല്ലാവരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കണേ നിങ്ങൾ, ഞാൻ എന്റെ അഭിപ്രായം പറയല്ല, ഒരു ആലിം ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സ്വഹീഹായ ഹദീസുകളാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തായി ഇതിന്റെ മൂന്നാമത്തെ ചലനമുണ്ടാകുന്നത്. മഹാനായ റസൂലുള്ളാഹി പറയാ, സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം തബറാനി തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നനബി തങ്ങൾ പറഞ്ഞു, മൻ സല്ല അലയ്യ, ഒരാൾ എൻ്റെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ ബലഗതനി സ്വലാത്തുഹു, അയാളുടെ സ്വലാത്ത് എൻ്റെ അടുത്തെത്തുന്നതാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്. ഒന്നാം മനസ്സോടെ ഒന്ന് ചൊല്ല്. നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാത്ത് ഇത് ചൊല്ലുമ്പോഴേ മദീനത്തേക്ക് എത്തുന്നുണ്ട് എന്ന് സ്വാദിഖേ അമീൻ, ലോകത്തോട് സത്യം മാത്രം പറഞ്ഞവമാ, യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം ആ ഹബീബൊന്നും സംസാരിച്ചിട്ടില്ല. അല്ലാഹു തആല സംസാരിക്കാൻ പറഞ്ഞതല്ലാതെ, റബ്ബ് നൽകിയ വഹി അനുസരിച്ചല്ലാതെ ഒന്നാന്റെ ഹബീബ് ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. പുണ്യനബി പറയാണ്, ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അപ്പോൾ തന്നെ ബലഗതിനി, എൻ്റെ സന്നിധിയിലേക്ക് എത്തുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാ വസല്ലത്തു വസല്ലൈതു അലൈഹി, ഞാൻ അയാളുടെ മേലിലും സ്വലാത്തു ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് സ്വലാത്ത് സാധാരണ ഒരു അമലല്ല, സാധാരണ പോലെ ഒരു അമലല്ല സ്വലാത്ത്. അതിന്റെ മൂന്നാമത്തെ ചലനമുണ്ടാകുന്നത് റൗള ശരീഫിലാണ്, മദീന മുനവ്വറയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഞാൻ അയാൾക്ക് സ്വലാത്ത് ചൊല്ലുമെന്ന്. ദാ സ്വലാത്തിന്റെ അർത്ഥം സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുവേ നീ അല്ലാഹുവേ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് നീ ഗുണവും രക്ഷയും നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന പ്രാർത്ഥനയാണത്. ഞാൻ പറയും എന്താണ് ഇതിന്റെ രഹസ്യമെന്ന്. റസൂലുള്ളാഹിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ദുആയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലാ സ്വലാത്ത് ചൊല്ലിയാൽ ആ സമയത്ത് തന്നെ റൗള ശരീഫിൽ എത്തിക്കപ്പെടുമെന്ന്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചാ സമയത്ത് തന്നെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്നഹു ഖാൽ, മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നല്ലാഹ വക്കല ബിഖബരി മലക, അല്ലാഹു തആല എൻ്റെ ഖബറിന്റെ അടുത്തൊരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ ഒരുപാട് മലക്കുകളുണ്ട്, പല ഡ്യൂട്ടിയുമുള്ള മലക്കുകള്. അർശിനെ കാക്കുന്ന മലക്കുകളുണ്ട്, മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, ഇടിമിന്നെ കാറ്റ് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി കണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാ. എന്നാൽ ആ മലക്കുകളുടെ ഡ്യൂട്ടി എല്ലാം പറഞ്ഞു തന്ന അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഇന്നല്ലാഹ വക്കല ബിഖബരി മലക, എന്റെ ഖബറിന്റെ അടുത്ത് അല്ലാഹു തആല ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. അഅതാഹുല്ലാഹു അസ്മാഅൽ ഖലായിഖ്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെയും കേൾക്കാറുള്ള കേൾവി ശക്തി അല്ലാഹു തആല ആ മലക്കിനെ നൽകിയിട്ടുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, സ്വലാത്ത് സാധാരണ അമലല്ല. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല മലക്കിന് കൊടുത്തിട്ടുണ്ട്. ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആര് ഖിയാമത്ത് നാൾ വരെ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാലും ഇല്ലാ അബ്ലഗനി ബിഇസ്മിഹി വഇസ്മി അബീ ഫുലാൻ ഇബ്നു ഫുലാൻ ഖദ് സല്ല അലൈഹി
അല്ലാഹുവിന്റെ ഹബീബ് നമ്മളൊരു സ്വലാത്ത് ചൊല്ലുമ്പോ പരിശുദ്ധമായ റൗള ശരീഫിന്റെ ചാരത്ത് നടക്കുന്ന ചലനമെന്താ, മാറ്റമെന്താ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആരുടെ മകൻ ഇന്നാലിന്നാൽ ഖദ് സ്വല്ല അലൈക്, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു നബിയേ എന്ന് ആ മലക്കനോട് പറഞ്ഞു തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമ്മൾ ചൊല്ലുന്ന എല്ലാ സ്വലാത്തും അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിൽ എത്തിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ആ സംഗതി അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ മനസ്സും ശരീരവും ഒന്നിച്ചു ചേർന്നാണെങ്കിൽ വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും എന്റെ സഹോദരങ്ങളെ. ഫിഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ അന്നി നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് حضرات فامدد يمينك كي تحلى بها شفتي. മഹാനായ ഇമാം റിഫാഇ തങ്ങൾ പാടിയില്ലേ, في حالة البعد روحي كنت أرسلها تقبل الأرض وهي عني نائبتي. മഹാനായ ഇമാം റിഫാഇ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിലെത്തിയതാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിലെത്തിയപ്പോ കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് പാടിയില്ലേ, ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ. ഹബീബായ നബിയേ, ഞാൻ എന്റെ നാട്ടിലായിരുന്നപ്പോഴും ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയവും മദീനത്തേക്ക് എന്റെ റൂഹ് ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള വഹിയ ഹബീബായ നബിയെ, എന്റെ ആത്മാവ് പരിശുദ്ധമായ റൗള ശരീഫിൽ വന്ന് ഇവിടത്തെ മണ്ണ് ചുംബിച്ചു പോകാറുണ്ട് നബിയെ. വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹ്ലാ ബിഹാ ശഫതി. ഹബീബായ നബി ഇപ്പോൾ ലിഫായിയുടെ ശരീരവും ആത്മാവും രണ്ടും ഇവിടെ വന്നിരിക്കുകയാ. അതുകൊണ്ട് അങ്ങയുടെ കൈയൊന്ന് കാണിക്കുമോ നബിയെ, എനിക്കൊന്ന് ചുംബിക്കാനാ. അത്ഭുതം ഇവിടെ കൂടിയ ആളുകൾ കാണുന്നത് ഖബർ ശരീഫ് അങ്ങ് പിളരുകയാണ്. ഇത് പൊട്ടത്തരം പറയുകയില്ല, ഇല്ലാത്ത ചരിത്രം പറയില്ല, അനുഭവിക്കണോ. സ്വലാത്തിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിച്ചു നോക്ക. കൈ തുഹ്ലാ ബിഹാ ശഫതി. ഖബർ ശരീഫ് അങ്ങ് പിളരുകയാ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ കൈ പുറത്തേക്ക് വരുന്നു. മഹാനായ ഇമാം റിഫാഇ തങ്ങൾ അത് ചുംബിക്കുകയും ചെയ്യുകയാണ്. സ്വലാത്ത് വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടാക്കുന്ന അമലാണ് സ്വലാത്ത്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സാധുവായ ഞാൻ, വിജ്ഞാനം കുറഞ്ഞ ഞാൻ, വിജ്ഞാനം വളരെ കുറവായ ഞാൻ വായിച്ചെത്തിയ സ്വലാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതോ കിതാബുകളിൽ രേഖപ്പെടുത്തിയതോ അല്ല, അല്ലാഹുവിന്റെ ഹബീബിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ മാത്രം മതി. ഒരു 4-5 ദിവസം വഅദ് പറയാനുണ്ടാകും. അത്രമേൽ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അമല സ്വലാത്ത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സംഭവിക്കുന്നത് എന്താ? ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റമാ ഞാൻ പറഞ്ഞത്. ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലുമ്പോ ഒന്നുകൂടെ ചൊല്ല്, ഇഖ്ലാസോടെ പുണ്യ ഹബീബിനെ ഖൽബിൽ കണ്ടിട്ട് ചൊല്ല്, രാജാതിരാജനായ റബ്ബിനെ കണ്ടുകൊണ്ട് ചൊല്ല്. ഞാനിത് ചൊല്ലുമ്പോ ഈ മാറ്റങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നുണ്ട്, ഈ ചലനങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുറപ്പിച്ചു ചൊല്ല്. ആരാ ഇത് പറഞ്ഞു തരുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലു, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3
സംഭവങ്ങൾ മാത്രമല്ല അടുത്തത് സംഭവിക്കുന്നതെന്ന മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാ റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ സല്ല അലൈയ സ്വലാത്തൻ വാഹിദ ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ റബീഉൽ അവ്വലിൽ നമ്മൾ തീരുമാനിക്കും സലാത്തുമായി കെട്ടിപ്പിണഞ്ഞ് ജീവിക്കാൻ റബ്ബനാ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് തൗഫീഖ് ചെയ്യണേ റബ്ബേ നമുക്ക് തോന്നൂലേ പഴയ കാലത്തെ ഖൗം എങ്ങനെ നന്നായി ഒരു മൗലിദ് ഓതിയിട്ട് പടക്കായതല്ല ഒരു മൗലിദ് ഓതിയിട്ട് നന്നായതാ എന്തുകൊണ്ട് ആത്മീയമായ വളർച്ചക്ക് നമ്മളെ സഹായിക്കും ആ തലമുറ നന്നായത് അങ്ങനെയാ അവരുടെ സുൽഹ് അങ്ങനെയാ അല്ലാഹുവിന്റെ ഹബീബ് പറയാ ഒരു സ്വലാത്ത് ഒരാൾ എൻ്റെ മേൽ ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ സലവാത്ത് അല്ലാഹു 10 ഗുണം അയാൾക്ക് ചെയ്യും പോരാ അൻഹു ബിഹാ അശറ സയ്യിആത്ത് അയാളുടെ ഏടിൽ നിന്ന് അല്ലാഹു തആല 10 തെറ്റുകളെ മായ്ച്ചു കളയുന്നതാ അല്ലാഹു തആല 10 തെറ്റ് പുറത്തു കൊടുക്കുന്നതാ വറഫഅഹു ബിഹാ അശറ ദറജാത്ത് സ്വർഗ്ഗത്തിലെ 10 സ്ഥാനം അല്ലാഹു തആല ഉയർത്തി കൊടുക്കുന്നതാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി നിങ്ങൾ ചിന്തിച്ചു ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ എവിടേക്കാണ് ഇതിന് മാറ്റം വരുന്നതെന്നറിയോ നമ്മുടെ ഏടിൽ വരുന്നുണ്ട് നമ്മുടെ ഏതാണ് ഏട് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ മാലി ഹാദൽ കിതാബ് നാളെ മഹ്ശറയിൽ ആളുകൾ ചോദിക്കുന്ന രംഗത്തെക്കുറിച്ച് ഖുർആൻ പറയാ മഹ്ശറയിൽ ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വലത്തും ഇടത്തും ഇരുന്ന മലക്കുകൾ എഴുതുന്നുണ്ട് നമ്മൾ മരിക്കുന്നതോടുകൂടെ ഈ 7 നേരെ അർശിന്റെ ചുവട്ടിൽ ഒരു സ്ഥലമുണ്ട് ഒരു ഖജാനയുണ്ട് ആ ഖജാനയിലേക്കാ പോകുന്നത് ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഈ ഖജാനയിൽ നിന്ന് ഒരു കാറ്റുണ്ടാകുന്ന സമയത്ത് ഈ ഖജാനയിൽ നിന്ന് അർശിന്റെ ചുവട്ടിൽ സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓരോരുത്തരുടെ കിതാബുകളും പറന്നു വന്ന് അവരവരുടെ കയ്യിൽ വന്ന് വീഴുന്നതാ അല്ലാഹുവിന്റെ ഖുർആൻ ആ ഗ്രന്ഥം നൽകപ്പെടുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അവരുടെ ഹിസാബ് വിചാരണ ലഘുവായ നടക്കുക എന്ന് ഖുർആൻ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നത് ആർക്കാ നന്മകൾ കൂടുതൽ ചെയ്ത ആളുകൾക്ക് തിന്മകൾ കുറഞ്ഞ ആളുകൾക്ക് എന്നാൽ ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളാണെങ്കിലോ ഫഅമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ലഹ്രി ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറാ ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ചില രംഗം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നുണ്ട് പിൻഭാഗത്തേക്ക് കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്നവരുണ്ട് അവരാ കിതാബ് പ്രയാസത്തോടെ അവരിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു പോകുന്ന രംഗം ഖുർആൻ മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ ഞാൻ ചെയ്തു പോയ എല്ലാ വലുതും ചെറുതുമായ മുഴുവൻ തെറ്റുകളും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ ഞാൻ തന്നെ മറന്നുപോയതും ഇതിലുണ്ടല്ലോ എന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഒരാൾ പുണ്യ നബിയുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അയാളുടെ ഏടിൽ നിന്ന് ചെറുപാപങ്ങളിൽ 10 എണ്ണം അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാ റബ്ബ് പുറത്തു കൊടുക്കുന്നതാ നമ്മുടെ കിതാബിൽ ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ മാറ്റം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ എവിടെയെല്ലാമാണ് ആ മാറ്റം ഉണ്ടാകുന്നത് ഒന്നുകൂടെ ചൊല്ലോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഖബൂൽ ചെയ്തട്ടെ. റബ്ബ് ഖബൂൽ ചെയ്ത സ്വലാത്താണെങ്കിൽ 10 ദോഷങ്ങൾ നമ്മുടെ ഏടുകളിൽ നിന്ന് മായ്ക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല വറഫഅഹു ബിഹാ 10 ദറജാത്ത്. അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥാനം എവിടെയാണോ അവിടെ നിന്നൊരു 10 സ്ഥാനവും കൂടെ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് ഞാനല്ല പറയുന്നത്, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, പുണ്യ നബി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഞാൻ പറഞ്ഞല്ലോ ദീർഘമായൊരു സംസാരം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന്. നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ റൗള ശരീഫിൽ കിടക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബർ ശരീഫിൽ കിടക്കുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സന്തോഷിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ തന്റെ സ്വത്ത് മുഴുവൻ അല്ലാഹുവിന്റെ ഹബീബിനെ ദാനം ചെയ്തതാണ്. മുഴുവനായും അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തതാ. അല്ലാഹുവിന്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ തന്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ, സൗന്ദര്യവതിയായ ആയിഷ, സൗന്ദര്യത്തിന്റെ പര്യായമായ ആയിഷ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട മോളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുത്തതാ. എന്തിനാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാനോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കാനോ അവസരം കിട്ടിയിട്ടില്ലാത്ത നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും. എങ്ങനെയെന്നറിയോ? സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിയായി സന്തോഷിക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ. അപ്പം മൗലിദ് ഓതുമ്പോൾ ലഅനത്ത് ഇറങ്ങല്ല ചൊല്ലിയ. അല്ലാഹുവിന്റെ ഹബീബ് ഖബർ ശരീഫിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കും. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാൻ, നഹു ഖാല അസ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ തയ്യിബൻ നഫ്സി യുറാ ഫീ വജീഹി അൽ ബിശർ. ഒരു ദിവസം ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുമ്പോൾ അസാധാരണമായ ഒരു സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത്. ആരായി സംഭവം പറഞ്ഞു തരുന്നത്? മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പഴമക്കാരുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച രാവിലും മൗലിദ് ഓതും, എല്ലാ ദിവസവും മൗലിദ് ഓതും. മൗലിദ് ഓതുക എന്ന് പറഞ്ഞാൽ സ്വലാത്ത് അവരുടെ ജീവിതവുമായി അവർ ചേർത്ത് വെച്ചതായിരുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ ഞങ്ങൾ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത്. യുറാ ഫീ വജീഹി അൽ ബിശർ ഖാലു യാ റസൂലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയേ അസ്ബഹതൽ യൗമ തയ്യിബൻ നഫ്സി യുറാ ഫീ വജീഹികൽ ബിശർ. ഹബീബായ നബിയേ, അങ്ങ് വല്ലാത്ത സന്തോഷവാനാണല്ലോ നബിയേ ഇന്ന്. അസ്ബഹതൽ യൗമ തയ്യിബൻ നഫ്സി യുറാ ഫീ വജീഹികൽ ബിശർ. യാ റസൂലല്ലാഹ്, അസാധാരണമായ ഒരു സന്തോഷം എന്താണ് അങ്ങയുടെ മുഖത്ത് നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികൾ ചോദിച്ചപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല അജൽ, അതെ, ഇന്ന് ഞാൻ വല്ലാത്ത സന്തോഷവാനാണ്. ആ അതാനി ആതിം മിൻ റബ്ബി. അല്ലാഹുവിന്റെ അടുത്ത് നിന്നൊരു ദൂതൻ ഇപ്പോൾ എന്റെ അടുത്ത് വന്നു. ഇന്ന് എന്റെ അടുത്ത് വന്നു. ആരാ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഫഖാൽ, ഹബീബായ നബിയേ, മൻ സല്ലല്ലാ അലൈക മിൻ ഉമ്മതിക സ്വലാ കതബല്ലാഹു ലഹു ബിഹാ 10 ഹസനാത്ത്. അങ്ങയുടെ മേൽ ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അയാളുടെ ഏടിൽ നിന്ന് 10 തിന്മ മായ്ക്കപ്പെടും എന്ന് മാത്രമല്ല, ആ ഏടിലേക്ക് അല്ലാഹു തആല 10 നന്മകൾ അധികം എഴുതാൻ മലക്കുകളോട് പറയുമെന്ന്. എന്താ സ്വലാത്ത് നമ്മൾ മനസ്സിലാക്കി? മൗലിദിനെ കളിയാക്കണ മനുഷ്യന്മാരില്ലേ?
മൗലിദിനെ കളിയാക്കാന്ന് പറഞ്ഞാൽ എന്തിനാ സ്വലാത്തിനെ കളിയാക്കണം? എന്താ സ്വലാത്ത്? 10 നന്മ അല്ലാഹു തആല രേഖപ്പെടുത്താൻ പറയുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബികളോട് പറയാണ്, സ്വഹാബ, അത് കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി സ്വഹാബ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറഞ്ഞത് എന്താ നിങ്ങള്? ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. സ്വലാത്ത് ചെറിയ അമലല്ല. ഇനി സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണോ ചൊല്ലുന്നതെങ്കിലോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, സയ്യിദന ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസ, അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, പള്ളിയിലെ സ്വലാത്തില്ലേ, മഖാമിലുണ്ട്, എല്ലാ മഹല്ലിലും പള്ളിയിലുണ്ട്. ആരുണ്ടാവുക അറിയും? ഒരു പണിയില്ലാത്തവനാണ് കുത്തിരിക്കുക. ഒരു പണിയുമില്ലാത്തവന് പള്ളിയിൽ വന്നതാ. പോന് വെറുതെ അങ്ങനെ ഇശാ വരെ ചാരി ഇരിക്കുക. സ്വലാത്ത് ചെറിയ അമലല്ല. ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയാ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, മിൻ അഫ്ളലി അയ്യാമികും അൽ ജുമഅ, ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം, ആ ദിവസമാണ് ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി സൃഷ്ടിക്കപ്പെട്ട ദിവസത്തിന് പ്രത്യേകത ഉണ്ടെങ്കിൽ പുണ്യനബി ജനിച്ച ദിവസത്തിന് പ്രത്യേകത ഇല്ല എന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാർ പറയും. വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. എല്ലാ സംഗതി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണോ? അത് പൊട്ടന്നല്ല. അതിനെ കുറിച്ച് പറയാം. ഏത് സംഗതി മുഴുവൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അയാള് ലോക പൊട്ടനാ, വമ്പൻ പൊട്ടനാ. അല്ലാഹു തആല പറയാണ്, വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു തരും. എന്തിനാ ആ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആന അല്ലാഹു തആല പറഞ്ഞു തരാൻ. അങ്ങനല്ലേ? ഫീഹി ഖുലിഖ ആദം. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ദിവസമാ. മാത്രമല്ല വഫീഹിൻ നഫഖാ, സൂറന്ന കാഹളത്തിലെ ഊത്ത് സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വഫീഹിസ് സഅഖാ, എല്ലാ സൃഷ്ടിജാലങ്ങളും ബേജാറായി വെപ്രാളപ്പെട്ട അവസാനം അവരെ നാശത്തിലേക്ക് നയിക്കുന്ന ഖിയാമത്ത് നാൾ അന്നാണ് സംഭവിക്കുന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഫഅക്തിറു അലയ്യ മിനസ് സ്വലാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാ, ഫഅക്തിറു അലയ്യ മിനസ് സ്വലാത്തി ഫീ, അതുകൊണ്ട് വെള്ളിയാഴ്ച യൗമുൽ ജുമഅയിൽ, വെള്ളിയാഴ്ച രാവിലും പകലും നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കാരണം പറഞ്ഞത്, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടുന്നതാ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തെല്ലാം എനിക്ക് വെളിവാക്കപ്പെടുമെന്നുള്ള ഹബീബ് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, നബിയേ, വകൈഫ തുഅറദു സ്വലാത്തുനാ അലൈക, ഞാൻ എന്റെ ഈ ഫോണിൽ എഴുതിണ്ടാക്കിയൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണാനും കഴിയും. എങ്ങനെ? ഞാൻ ആ മെസ്സേജ് എഴുതിയിട്ട് നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു ക്ലിക്ക് അടിച്ചാൽ, അയാൾ അമേരിക്കയിലാണെങ്കിലും അമേരിക്കയിലെ ഓഹിയോയിലാണ് നിൽക്കുന്നതെങ്കിലും ഞാൻ ഈ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ നിന്ന് എന്റെ ഫോണിൽ എഴുതി ഉണ്ടാക്കിയ ഒരു മെസ്സേജ് അയാൾക്ക് അവിടെ വെച്ച് വായിക്കാൻ കഴിയും. അയാളുടെ നമ്പറിലേക്ക് ക്ലിക്ക് ചെയ്താൽ, സെൻഡ് ചെയ്താൽ, എന്നാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, വെള്ളിയാഴ്ച രാവിലും പകലിലും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് മഅറൂലത്തുൻ
അലയ്യ, എനിക്ക് വെളിവാക്കപ്പെടുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയേ വകൈഫ തുറദു സ്വലാത്തുനാ അലൈക വഖദ് അറംത യാനി ബലീദ. ഹബീബായ നബിയേ, അങ്ങ് വഫാത്തായിട്ട് ഖബറിൽ കടന്ന് അങ്ങയുടെ ശരീരമെല്ലാം മണ്ണോട് അലിഞ്ഞു ചേർന്ന് പോയിട്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എങ്ങനെ അങ്ങേക്ക് എത്തുമെന്നാണ് അങ്ങ് പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്, സ്വഹാബ, പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തന്നൂല്ല. ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തന്നൂല്ല സ്വഹാബ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വേർപിരിയുന്നു വന്നല്ലാതെ എന്റെ ശരീരം ഭൂമുഖത്തുണ്ടായതിന് പകരം ഭൂമിക്കടിയിൽ ഭൂമിയുടെ ഉൾഭാഗത്തെന്നല്ലാതെ ഖബറിന്റെ അകത്തെന്നല്ലാതെ എന്റെ ശരീരം പ്രവാചകന്മാരുടെ ശരീരമൊന്നും ചീഞ്ഞളിയില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്. ഭൂമി തിന്നൂല്ല, ഭൂമി തൊടൂല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികളോട് പറയാ, നിങ്ങൾ വെള്ളിയാഴ്ച രാവിലായാലും പകലിലായാലും ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് നേരെ എത്തിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ശ്രദ്ധിക്കണേ. അടുത്ത പ്രത്യേകത, വെള്ളിയാഴ്ച രാവിലാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത് എങ്കിൽ പകലിലാണ് എങ്കിൽ ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നനബി തങ്ങൾ പറഞ്ഞു, അക്തിറു മിനസ് സ്വലാത്തി അലയ്യ യൗമൽ ജുമുഅ. വെള്ളിയാഴ്ച നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, നേരത്തെ പള്ളിയിൽ പോയിരിക്കും. എന്റെ നാട്ടിൽ ഞാൻ ചെറുപ്പത്തിൽ കാണുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, വെള്ളിയാഴ്ചയോടെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു 9 മണിക്കെങ്കിലും പള്ളിയിൽ പോയിരിക്കും. അൽഗാഫ് ധാരാളം തവണ ഓതും, ധാരാളം സ്വലാത്ത് ചൊല്ലും. ആ മനുഷ്യൻ മരിച്ചത് വെള്ളിയാഴ്ച. അദ്ദേഹം മരണപ്പെട്ടത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയെ സ്നേഹിച്ചു. അള്ളാന്റെ ഹബീബ് പറയാ, വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണോന്നല്ല, അക്തിറു അലയ്യ, സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന്. എന്താ റസൂലുള്ള കാരണം പറഞ്ഞത്? തശ്ഹദുൽ മലായിക, വെള്ളിയാഴ്ച രാവിലും പകലിലും നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് കേൾക്കാൻ മലക്കുകൾ നിങ്ങളുടെ സന്നിധിയിൽ വരുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒന്നുകൂടെ ചൊല്ലൂ, സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാം, ഇന്ന അഹദൻ ലയുസല്ലി അലയ്യ, ഒരാൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇല്ല ഉരിലത് അലയ്യ സ്വലാത്തു, അയാളുടെ സ്വലാത്ത് എനിക്ക് എത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹത്താ യഫറഗ മിൻഹാ, അയാൾ സ്വലാത്ത് അവസാനിപ്പിക്കുന്നത് വരെ. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ ഇരുന്നിട്ട് സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഇരുന്നിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആ സെക്കൻഡ് മുതൽ സ്വലാത്ത് അവസാനിപ്പിക്കുന്നവരെ നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളാ ശരീഫിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരാം, ഞാൻ പറയുന്നത് സ്വലാത്ത് ചെറിയ അമലല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ധാരാളം സ്വലാത്തിനെ കുറിച്ച് റസൂലുള്ളാഹി അങ്ങനെ വഅദ് പറഞ്ഞു കേട്ടപ്പോഴേ മഹാന്മാരായ ചില സ്വഹാബികൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അജ്അലു തുലുത സ്വലാത്തി അലൈക്, ഞാൻ ഒരു ദിവസം ചൊല്ലുന്ന ദിക്റിലെ 1/3 ഭാഗം സ്വലാത്താക്കി മാറ്റുകയാ നബിയേ. റസൂലുള്ളാഹി സ്വലാത്തിനെ കുറിച്ചുള്ള വഅദിങ്ങനെ സ്വഹാബികളോട് പറഞ്ഞപ്പോഴാ സ്വഹാബികളിൽ ഒരാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞത്, അജ്അലു തുലുത സ്വലാത്തി അലൈക്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ ഒരു ദിവസം ചൊല്ലുന്ന സ്വലാത്ത് ദിക്റിന്റെ, ഞാൻ ഒരു ദിവസം ചൊല്ലുന്ന വിറദിന്റെ 1/3 ഭാഗം സ്വലാത്താക്കട്ടെയോ നബിയേ? ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, നാം അങ്ങനെ ചെയ്തോളൂ, ഇൻശിഅത, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ എന്ന്. ഖാല അസ്സുലുസൈൻ, അപ്പാ സ്വഹാബി പറഞ്ഞു, നബിയേ, എന്നാൽ ഒരു ദിവസം ഞാൻ ചൊല്ലുന്നതിന്റെ 2/3 ഭാഗം ഞാൻ സ്വലാത്താക്കുകയാ നബിയേ. ഖാല
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നാം അങ്ങനെ ചെയ്തോളൂ, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, നബിയേ ഫസലാതി കുല്ലഹാ, ഒരു ദിവസം ചെല്ലുന്നത് മുഴുവൻ ഞാൻ സ്വലാത്താക്കാൻ, എന്റെ ദിനങ്ങൾ മുഴുവനും ഞാൻ സ്വലാത്ത് കൊണ്ട് സമ്പന്നമാക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ ആ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ കേൾക്കണേ? ഇദൻ യക്ഫീകല്ലാഹുമ അഹമ്മക മിൻ അംരി ദുനിയാ വ ആഖിറതിക. അങ്ങനെ നിങ്ങൾ ദിവസം മുഴുവനും സ്വലാത്തു ചൊല്ലാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിലെ ടെൻഷനായാലും ആഖിറത്തിന്റെ കാര്യത്തിലെ ടെൻഷനായാലും അല്ലാഹു അത് തീർത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓൺലൈൻ കാലത്ത് മൊബൈലിലൂടെയുള്ള പഠനത്തിൽ, ഓൺലൈൻ പഠനകാലത്ത് മകൻ നശിച്ചു പോയതാ, അവന്റെ സ്വഭാവം മോശമായി പോയതാ, ഭർത്താവ് മോശമായി പോയതാ, അല്ലേ മക്കളുടെ കാര്യത്തിൽ ടെൻഷനാ. എന്താ അല്ലാഹുവിന്റെ ഹബീബ സ്വഹാബിയോട് പറഞ്ഞത്? യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ ഫസ്വലാത്തി കുല്ലഹാ, ഒരു ദിവസം മുഴുവൻ ഞാൻ ചൊല്ലുന്നത് മുഴുവൻ സ്വലാത്താക്കാണ് നബിയേ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇദൻ യക്ഫീകല്ലാഹുമ അഹമ്മക മിൻ അംരി ദുനിയാക വ ആഖിറതിക. എന്നാൽ അല്ലാഹു തആല നിങ്ങൾക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ടെൻഷൻ തീർത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ആരാ പറഞ്ഞു തരുന്നത്? നബിയുനാ റസൂലുള്ളാഹി. ഇനി കേൾക്കണേ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിനെ കുറിച്ചുള്ള മഹലങ്ങനെ പറഞ്ഞപ്പോഴാ, അതിന്റെ മഹാത്മ്യം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ പല സ്വഹാബികളും ജീവിതം മുഴുവൻ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കാൻ തീരുമാനിക്കുകയാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആരാ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രദ്ധിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് ഇദാ ദഹബ റുബുഉൽ ലൈൽ, ഇദാ ദഹബ റുബുഉൽ ലൈൽ, രാത്രിയുടെ 4ൽ ഒരു ഭാഗം കഴിഞ്ഞാൽ, രാത്രിയുടെ 4ൽ ഒരു ഭാഗം കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാല് ചില സമയത്ത് രാവ് കൂടുതലാവും, പകല് കൂടുതലാവും. രാവും പകൽ ഒരു 12 മണിക്കൂറാന്ന് കൂട്ടി നോക്കി നിങ്ങള്. 4 3 12, 4 3 12. അപ്പൊ 4ന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാ 3 മണിക്കൂറാ. അപ്പൊ ഒരു 9 മണി 10 മണിയൊക്കെ ആകുന്ന സമയം എന്ന് സങ്കല്പിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഹബീബ് പറയത്രേ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇദാ ദഹബ റുബുഉൽ ലൈലി, രാത്രിയുടെ 4ൽ ഒരു ഭാഗം കഴിഞ്ഞാൽ, ഖാമ, അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേൽക്കും. ഫഖാൽ, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയും, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഉദ്കുറുല്ലാഹ്, ഉദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തോളൂ, റബ്ബിന്റെ ദിക്ർ ചൊല്ലിക്കോളൂ. ജാഅത്തിർ റാജിഫ തതുബവഹർ റാദിഫ, സൂറ കാഹളത്തിലെ 1ാമത്തെ ഊത്തെടുത്തിരിക്കുകയാണ്. പുണ്യനബി രാത്രിയിലെ 4ൽ ഒരു ഭാഗം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പറയും, സ്വഹാബാ ദിക്ർ ചൊല്ലിക്കോളൂ, സ്വഹാബാ ദിക്ർ ചൊല്ലിക്കോളൂ, സ്വഹാബാ. 1ാമത്തെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതാൻ സമയം എടുത്തിരിക്കുകയാ. തദ്ബവഹർ റാദിഫ, 2ാമത്തെ ഊത്തുമതാ കടന്നു വരാൻ പോവാ. ജാഅൽ മൗതു, ജാഅൽ മൗതു ബിമാ ഫീ, മരണമിതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാ. ജാഅൽ മൗതു ബിമാ ഫീ, മരണമിതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഖാല ഉബയ്യൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബിയേ, ഫഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഉക്തിറു സ്വലാത്ത്, ഹബീബായ നബിയേ, ഖിയാമത്ത് നാളിന് വേണ്ടി, മരണത്തിന്റെ വെപ്രാളം പിടിച്ച സമയത്തിന് വേണ്ടി നബിയേ അങ്ങ് പറഞ്ഞല്ലോ ദിക്ർ ചൊല്ലാൻ. എന്നാൽ ഞാൻ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് നബിയേ. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി, മൗലിദ് ഓതിയ മുഅ്മിനായി മരിക്കാൻ കഴിയോ? മരിക്കാൻ കഴിയും.
മൗലിദ് ഓതിയാൽ മുഅ്മിനായി മരിക്കാൻ കഴിയും. റസൂലുള്ളാഹി പറയുന്നു, എല്ലാവരും എഴുന്നേറ്റ് ദിക്ർ ചൊല്ല്. ജാഅത്തിർ റാജിഫാ തത്ബഉഹർ റാദിഫാ. ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു. ഒന്നാം ഊത്തിന്റെ സമയം വരിക, അതിനെ തുടർന്ന് രണ്ടാമത്തെ ഊത്തും ഉണ്ടാവാ. അതിന്റെ സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജാഅൽ മൗതു ബിമാ ഫീഹി. മരണമിതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. ദിക്ർ ചൊല്ല് ചൊല്ല് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ഒന്നാം ഊത്തിനും രണ്ടാം ഊത്തിന്റെ വെപ്രാളപ്പെടുന്ന സമയത്തും അതേപോലെ മരണത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെടാനും യാ റസൂലല്ലാഹ് സ്വലാത്ത് ചൊല്ലാനാ ഞാൻ തീരുമാനിക്കുന്നത് നബിയേ. ഫകം അജ്അലു ലക സ്വലാത്തി. ഞാൻ എത്ര സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മാ ശിഅത, നിങ്ങൾ എത്ര സ്വലാത്താണ് ഒരു ദിവസം ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ചൊല്ലിക്കോളൂ എന്ന്. ഖുൽതു അർ-റുബഅ, ഞാൻ ഒരു ദിവസം ചൊല്ലുന്നതിന്റെ 1/4 ഭാഗം സ്വലാത്താകട്ടെയോ? ഖാല മാ ശിഅത, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നിങ്ങൾ ഒരു ദിവസം ചൊല്ലുന്ന ദിക്റിന്റെ 1/4 ഭാഗം നിങ്ങൾ സ്വലാത്താക്കാന്ന് പറഞ്ഞല്ലോ, അതിനേക്കാൾ വർദ്ധിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാൻ. അപ്പോൾ ഈ മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറയാ, ഖുൽതു അൻ-നിസ്ഫ യാ റസൂലല്ലാഹ്, ഒരു ദിവസം ഞാൻ ചൊല്ലുന്നതിന്റെ നേർപകുതിയും ഞാൻ സ്വലാത്താക്കട്ടെയോ നബിയേ എന്ന്. ഖാല മാ ശിഅത, റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. വ ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാളും വർദ്ധിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് ഖൈറാ. ഖാല മഹാനായ ഉബയ്യ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ, ഹബീബായ നബി, എന്നാൽ ഞാൻ ചൊല്ലുന്നത് മുഴുവനും സ്വലാത്താകട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് പറയാ, ഇദൻ തക്ഫീക ഹമ്മ, ഇദൻ തക്ഫീ ഇദൻ തക്ഫീ ഹമ്മക വയഗ്ഫിർ ലക വയുഗ്ഫർ ലക ദംബുക. അങ്ങനെ നിങ്ങൾ ചൊല്ലുന്നുവെങ്കിൽ നിങ്ങളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ടെൻഷൻ അല്ലാഹു തീർത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? നമ്മൾ ഏറ്റവും ബേജാറാവുന്ന 2 രംഗം, ഒന്ന് മരണത്തിന്റെ രംഗമാണ്. മരണത്തിന്റെ രംഗമാണ്. സ്വലാത്ത് വല്ലാതെ വർദ്ധിപ്പിച്ച ആളും മരണത്തിന്റെ വെപ്രാളത്തിൽ അയാൾ രക്ഷപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിലെ ആൾ രക്ഷപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ ടെൻഷനും തീർത്തരും മഹാനായ സയ്യിദുനാ ഉമറുൽ ഖാദി, മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, വെളിയങ്കോട്ടുകാരനായ ഉമർ ഖാദിയില്ലേ, ബ്രിട്ടീഷുകാർ പഠിക്കണം. ഇങ്ങനെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിന്റെ ടെൻഷനുകളിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാ? മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയില്ലേ? നികുതി തരില്ലടാ, അള്ളാഹുവിന്റെ ഭൂമിക്ക് നികുതിയോ എന്ന് ചോദിച്ചതാ. നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാൻ ഉമർ ഖാദിയെ പിടിച്ചുകൊണ്ടുപോയില്ലേ? ബ്രിട്ടീഷുകാർ പോലും രേഖപ്പെടുത്തിയില്ലേ? ഉമർ ഖാദിയെ പിടിച്ചുകൊണ്ടുപോയി ജയിലിനകത്താ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അർദ്ധരാത്രി എഴുന്നേറ്റ് പാറാവുകാരനോട് അല്പം വെള്ളം തരുമോ എന്ന് ചോദിച്ചിരുന്നു. വുളൂ ചെയ്യാനാണ് നിസ്കരിക്കാനാ. ആ പാറാവുകാരൻ വെള്ളം കൊടുത്തില്ല. തടവ് പുള്ളിയോട് ക്രൂരത കാണിച്ചതാ. രാവിലെ എഴുന്നേറ്റിട്ട് തടവ് പുള്ളിക്ക് ഭക്ഷണവുമായി പോയി നോക്കുമ്പോ തടവ് പുള്ളി ജയിലിനകത്തില്ല. ഇദൻ യക്ഫീകല്ലാഹു മാ അഹമ്മക മിൻ അംരി ദീനിക വമിൻ അംരി ദുനിയാക വആഖിറതിക. നിങ്ങൾ സ്വലാത്തിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിച്ചാൽ അല്ലാഹു തആല ദുനിയാവിന്റെ ടെൻഷൻ നിങ്ങൾക്ക് മാറ്റിത്തരും, ആഖിറത്തിന്റെ ടെൻഷനും മാറ്റിത്തരുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മഹാനവർകളല്ലേ പരിശുദ്ധമായ റൗള ശരീഫിലെത്തിയത്. സ്വലാത്ത്
കൊണ്ട് ജീവിതത്തെ സ്വലാത്ത് കൊണ്ട് ധന്യമാക്കിയ മഹാനാ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ മദീന മുനവ്വറയിലെത്തിയത്. മദീന മുനവ്വറയിലെത്തി. മദീന മുനവ്വറയിൽ റൗള ഷരീഫിന്റെ അടുത്തുള്ള പാറാവുകാരനോട് പറഞ്ഞല്ലോ, ഈ പൂട്ടൊന്ന് തുറന്നു തരോ, അകത്തൊന്ന് കടക്കാനാ. ഈ വയസ്സി പ്രായം ചെന്ന തടി സൂക്ഷിച്ചു പോയി മനുഷ്യൻ കണ്ടപ്പോ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞു, രാജകൽപ്പനയില്ലാതെ ഈ ഗിൽസ് തുറക്കപ്പെടില്ല. ആ സമയത്തല്ലേ ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമർ ഖാദി അവിടെ വെച്ച് ദീർഘമായി കരഞ്ഞു പാടിയല്ല, ഹബീബായ നബിയേ, ഞാൻ എന്റെ നാട്ടിലായിരിക്കും അങ്ങയുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്, യാ റസൂലല്ലാഹ് സലാം ചൊല്ലാറുണ്ട്. മദീന മുനവ്വറയുമായി എന്നും ഈ പാവം ഉമർ ബന്ധപ്പെടാറുണ്ട്. എങ്ങനെയാണ് ആ ബന്ധപ്പെടാറുള്ളത്? സ്വലാത്തിലൂടെയാ. ഹബീബായ നബിയേ, ഉമറാ അങ്ങയുടെ കാൽപാദത്തിനടുത്ത് നിൽക്കുന്നത്. പാറാവുകാരൻ പറയുന്നത് ഈ ഗിൽസ് തുറക്കാൻ പറ്റൂല. ഉമറിന്റെ കണ്ണിലൂടെ ഒലിച്ചിരിക്കുന്ന കണ്ണുനീർ അതൊലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എവിടെ നിന്നൊലിക്കാൻ തുടങ്ങിയതാണെന്നറിയോ? വെളിയങ്കോട്ടിരുന്നിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ കരയുന്ന ഉമർ ഖാദി. അതേപോലെ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുടെ സന്നിധിയിൽ പോയി സ്വലാത്ത് ചൊല്ലുമ്പോ കരയും ഉമർ ഖാദി. രാവുകളിലും പകലുകളും സ്വലാത്ത് ചൊല്ലുമ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാ ഖലീഫത റസൂലില്ലാഹ് എന്ന് വിളിച്ചപ്പോഴേക്ക് കരഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തേ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, റസൂലുള്ളാഹ് കേട്ടപ്പോ ഞാൻ കരഞ്ഞു പോയതാ. ആരുടെ മുമ്പിലാ കരയുന്നത്? വാപ്പയുണ്ട്, മക്കയിലെ തന്റെ ഗവർണർമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ മുമ്പിലായ ഖലീഫത്ത് റസൂലില്ലാഹ് എന്ന് വിളിച്ചപ്പോ കരഞ്ഞത് സിദ്ദീഖ് മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. മഹാനവർ കരഞ്ഞു സ്വലാത്ത് ചൊല്ലാറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയാ, നബിയേ, അവിടെ നിന്ന് ഒലിക്കാൻ തുടങ്ങിയ കണ്ണുനീർ ഇതുവരെ പറ്റിയിട്ടില്ല. യാ റസൂലല്ലാഹ് അജഫദമൻ സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി. എന്താ കരയാൻ കാരണം എന്നറിയാം? മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ ഫിത്തുറാബി റമീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മഹാനവകൾ പരിശുദ്ധമായ മദീന മുനവ്വറയിൽ റൗള ഷരീഫിന്റെ അടുത്ത് വെച്ചും പറയാ, ഈ ഉമറിന്റെ കയ്യിലുള്ള സമ്പത്ത് സ്വലാത്താ. ഹബീബായി നബി അതുകൊണ്ടൊന്ന് അകത്ത് കയറണോ, അങ്ങയുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അടുത്ത് വെച്ച് അങ്ങേക്കൊന്ന് സ്വലാം ചൊല്ലണോ. അത്ഭുതകരമായ റൗള ഷരീഫിന്റെ പൂട്ട് പൊട്ടിയില്ലേ? ഉമർ ഖാദി അകത്തേക്ക് കടന്നില്ലേ? മാ അഹമ്മക മിൻ അംരി ദുനിയാ വ ആഖിറതിക. സ്വലാത്ത് കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ലേ, ഈ മൗലിദ് കഴിഞ്ഞ് നമ്മൾ ദ്വാരക്കണ ഉസ്താദുമാരൊക്കെ ദ്വാരക്കണ്ടിട്ടില്ലേ? സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത് വതഗ്ഫിറു ലനാ ബിഹാ ജമീഇൽ ഖതിയാത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പറയാം, അല്ലാഹുവേ എങ്ങനെയുള്ള സ്വലാത്താണ്? സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്. എല്ലാ ഭീകരമായ
പ്രയാസകരമായ രംഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന സ്വലാത്തിനെ അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന സ്വലാത്ത് കൊണ്ട് അല്ലാഹു അങ്ങനെ രക്ഷ തരുമെന്ന وتسلمنا بها من جميع الأسقام والآفات എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന സ്വലാത്ത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? മൗലിദിന്റെ പ്രധാന ലക്ഷ്യം ഒന്ന് മദ്ഹ്, രണ്ട് സ്വലാത്ത്. ഒന്ന് മദ്ഹ്, രണ്ട് സ്വലാത്ത്. നമ്മൾ ഇന്നൊക്കെ പിന്നോട്ട് പോയി. എന്താ കാരണം അറിയോ? ഈ പുത്തൻവാദികൾ വന്ന് നമ്മുടെ ഈമാനിനകത്ത് അവർ വീഴ്ത്തിയിരിക്കുന്ന പരിക്കുകൾ ചെറുതല്ല, വലുതാണ്, വളരെ വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, വീട്ടിനകത്ത് നമ്മൾ ഒരു പുതിയ വീടെടുത്ത് വീട്ടിൽ കയറുകയാണ് അല്ലെ. ചിലരൊക്കെ ഇപ്പൊ പുതുതായി പറയാൻ തുടങ്ങി, മൗലിദ് വേണ്ട, യാസീൻ ഓതിയാൽ മതി. യാസീനും വേണം, മൗലിദും വേണം. അങ്ങനുണ്ട്. എന്നോട് ഒരാള് പറഞ്ഞു, ഉച്ച മുമ്പാണ് വീട്ടിൽ കൂടുതൽ വിളിച്ചപ്പോ മൗലിദ് ഞാൻ പിന്നെ കഴിച്ചോണ്ട് യാസീൻ ഓതിയാൽ മതി. അപ്പൊ മൗലിദ് പിന്നെ കഴിക്കാനല്ല, അയാൾക്ക് മൗലിദ് ഉണ്ടല സംശയമാ, മൗലിദിൽ സംശയമാ. സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് സംഭവിക്കുന്ന ചില മാറ്റം ഞാനിപ്പോ പറഞ്ഞുള്ളൂ. അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് 10:15 ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുമെന്ന് പറഞ്ഞല്ലോ. ഒരേ ഒരു കാര്യം ഞാൻ എന്നോടും എന്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാ, പ്രിയപ്പെട്ട സഹോദരിമാരോടും. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ തീരുമാനിക്കുക. ജീവിതം സ്വലാത്ത് കൊണ്ട് കെട്ടിപ്പിണയട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ള പറയാ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാര്യം പറയേണ്ടത്. പുണ്യ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ല അലയ്യ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റ. ഒരാൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. വമൻ സല്ല അലൈഹി അശ്റ അലയ്യ അശ്റ. ഒരാൾ എന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി മിഅ, അല്ലാഹു അവന്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലും. വമൻ സല്ല അലയ്യ മിഅ. ഒരാൾ എന്റെ മേൽ ഓരോ ദിവസവും 100 സ്വലാത്ത് ചൊല്ലിയാൽ, എല്ലാ ദിവസവും ഒരാൾ റസൂലുള്ളാഹിന്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ ഖതബല്ലാഹു ബൈന ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖ് വബറാഅതൻ മിനൻ നാർ. അല്ലാഹു തആല അയാളുടെ കണ്ണുകൾക്കിടയിൽ നെറ്റിത്തടത്തിലായി റബ്ബ് എഴുതി വെക്കുമെന്ന്, ബറാഅതുൻ മിനൻ നാർ. ഇയാൾക്ക് ഞാൻ നരകമോചനം നൽകിയിരിക്കുകയാണ്. എല്ലാ ദിവസവും 100 സ്വലാത്തിലുള്ള മനുഷ്യൻ നന്നാവുന്ന, അയാൾ നരകത്ത് പോകൂല, അയാൾ നന്നാവാൻ തോന്നുന്നു. പരീക്ഷിക്കാനല്ല ഞാൻ പറയുന്നത്, ചൊല്ലി നോക്കാത്മാർത്ഥമായി. ഏത് ദുഷിച്ച മനസ്സിനും നന്നാകണം എന്ന തോന്നലുണ്ടാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മഹാനായ അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു പറയാൻ, പുണ്യ നബി തങ്ങൾ പറഞ്ഞതായി, മൻ സല്ല അലയ്യ കുല്ല യൗമിൻ 3 മർറാത്ത്. ഒരാൾ എല്ലാ പകലിലും എൻ്റെ മേൽ 3 സ്വലാത്ത് ചൊല്ലി, വ കുല്ല ലൈലത്തിൻ 3 മർറാത്ത്. എല്ലാ രാവിലും എൻ്റെ മേൽ 3 സ്വലാത്ത് ചൊല്ലിയാൽ, ഹുബ്ബൻ ലീ വ ശൗഖൻ ഇലയ്യ, എന്നോടുള്ള സ്നേഹം കൊണ്ടവൻ സ്വലാത്ത് ചൊല്ലിയാൽ, കാന ഹഖൻ അലല്ലാഹി അൻ യഗ്ഫിറ ലഹു ദുനൂബ ദാലികൽ യൗം വദുനൂബ തിൽകൽ ലൈല. അന്ന് രാത്രിയും ആ പകലും അയാൾ ചെയ്തു പോയ എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു തആല പൊറുത്തു തരും എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ കാഹിൽ എന്ന് പറയും, അബൂ കാഹിൽ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. 3 സ്വലാത്ത് പകലും 3 സ്വലാത്ത് രാത്രിയും ചൊല്ലിയാൽ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാൾ എല്ലാ ദിവസവും 1000 സ്വലാത്ത് ചൊല്ലിയാൽ ലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. സ്വർഗ്ഗത്തിൽ അയാളുടെ ഇരിപ്പിടം കാണാതെ അയാൾ മരിക്കൂല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, എല്ലാ ദിവസവും 1000 സ്വലാത്ത് ചൊല്ലിയാൽ, 100 സ്വലാത്ത് ചൊല്ലിയാൽ ബറാഅത്തും മിനൻ നാർ,
ഇയാൾ നരകമോചിതനാണ് എന്ന് അല്ലാഹു രേഖപ്പെടുത്തും. എന്നാൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അയാളുടെ ഇരിപ്പിടം കാണാതെ അല്ലാഹു തആല അയാളെ മരിപ്പിക്കൂല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്. സ്വലാത്തിന്റെ മഹത്വങ്ങളാ. എന്റെ സമയം അവസാനിച്ചല്ലോ, ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. മഹാനായ ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ച ഹദീദാ. റുവൈഫി ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അൻസാരിയായ സ്വഹാബിയാൻ. അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മൻ ഖാല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅൻസിൽഹു المقعد المقرب عندك يوم القيامة وجبت له شفاعتي. ഈ സ്വലാത്ത് ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എല്ലാവരും ഒന്ന് ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅൻസിൽഹു المقعد المقرب عندك يوم القيامة. വളരെ ചെറിയ സ്വലാത്താ. ഈ സ്വലാത്ത് ഒരാൾ പതിവായി ചൊല്ലിയാൽ വജബത് ലഹു ശഫാഅതി, അയാൾക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമായി മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒന്നുകൂടെ ചൊല്ല്, പഠിച്ചു വെക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. اللهم صل على محمد وأنزله المقعد المقرب عندك يوم القيامة. സ്വലാത്തിന്റെ ആളുകളായി ഞങ്ങളെ മാറ്റണേ റബ്ബേ. എന്നാ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വേറെ ചില ആളുകളുടെ സ്വലാത്ത് എടുത്തിട്ട് നിസ്കരിക്കൊന്നും വേണ്ട എന്ന് പറയണവർ. സ്വലാത്തെടുത്തിയാൽ മതി, നിസ്കാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനല്ലേ? നിസ്കാരമൊക്കെ നിർബന്ധ. ഫർളായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന ആൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഒക്കെ നിർബന്ധമായും ചെയ്യാം. അതിന് പുറമെയാ നമ്മുടെ സ്വലാത്ത് കൊണ്ട് നമ്മുടെ ഈമാനിന് പവർ നൽകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.